ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ ടെലിഫോണിലുണ്ട്. ശരത്തൊന്ന് ഞാൻ ഷാനിമോൾ ഉസ്മാനിലേക്ക് പോകുന്നു. ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ, ഇപ്പോൾ മൊഴിയെടുപ്പ് പൂർത്തിയായല്ലോ അല്ലേ? അതെ 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 അവര് പാലക്കാട് നിന്ന് അവരുടെ ടൗൺ പോലീസ് വന്നിപ്പോ മൊഴിയെടുത്തിട്ടുണ്ട്. എന്തു പറഞ്ഞു? അല്ല, ഇതിനകത്ത് നടന്ന സംഭവം എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. അതെ, ഇതിനകത്ത് കഴിഞ്ഞ മാസം നവംബർ മാസം 6-ാം തീയതി വെളുപ്പിന് 5-ാം തീയതി അർദ്ധരാത്രിയിൽ ഉണ്ടായ സംഭവമാണിത്. അപ്പൊ ഇതിനകത്ത് നമ്മൾ അന്ന് തന്നെ 7-ാം തീയതി DGPക്ക് പരാതി കൊടുത്തിരുന്നതാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, DGPക്ക് അന്ന് പരാതി കൊടുത്തിട്ട് ഒരു മാസം കഴിയുമ്പോഴാണ് എൻട്രി പോലും ഇല്ല ഇതിനകത്ത്. കൃത്യം ഒരു മാസം FIR പോലും ഇടാതെ ഇപ്പൊ മൊഴിയെടുക്കാൻ വന്നതാണ്. പരാതി നമ്മൾ കൊടുത്തതായതുകൊണ്ട് സ്വാഭാവികമായിട്ട് നിയമ നടപടിയിൽ നമ്മൾ അതിനോട് കൃത്യമായിട്ട് സഹകരിച്ചിട്ടുണ്ട്, മൊഴി നൽകിയിട്ടുണ്ട്. ഇതിപ്പോൾ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നുള്ളതാണ് പരാതിയിലെ പ്രധാനപ്പെട്ട വാദം അല്ലേ? അതിനകത്ത് അത് മാത്രമല്ല, ഇതിനകത്തുള്ള 2-3 കാര്യങ്ങളുണ്ടല്ലോ. ഇത് സ്ത്രീത്വത്തെ ഞാൻ അന്ന് തന്നെ പറഞ്ഞതിൽ നമുക്ക് അതിനകത്ത് വ്യത്യാസമൊന്നുമില്ല. സ്ത്രീ എന്നുള്ള നിലയിലുള്ള സ്വത്വബോധത്തെ സത്യത്തില് ചോദ്യം ചെയ്യുന്ന ഒരു നടപടിയായിരുന്നു. സ്വാതന്ത്ര്യത്തെ, ഒരു പൗരൻ എന്നുള്ള നിലയിൽ എന്റെ സ്വാതന്ത്ര്യത്തെ, ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനും ഒറ്റയ്ക്ക് താമസിക്കാനുമുള്ള എന്റെ സ്വാതന്ത്ര്യത്തിന്മേലുള്ള ഒരു കടന്നുകയറ്റമായിരുന്നു. ഒരു മനുഷ്യൻ എന്നുള്ള നിലയിലുള്ള മനുഷ്യാവകാശ ലംഘനമായിരുന്നു. അപ്പൊ ഇതൊക്കെ രാഷ്ട്രീയ പ്രേരിതമായിട്ട് നടത്തിയതാണ്. അതിന് നിർദ്ദേശം കൊടുത്ത ആളുകളെയും അത് നടപ്പിലാക്കാൻ വന്ന പോലീസുകാരെയും ഒക്കെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരിക എന്നുള്ളത് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിപ്പോൾ ഈ നീല ട്രോളി വിവാദത്തിൽ കോൺഗ്രസിൽ നിന്ന് 2 പരാതികളാണല്ലേ, 2 നിയമ പോരാട്ടങ്ങളാണ്. ഒന്ന് സ്ഥാനാർത്ഥിയുടെ തന്നെ. അല്ല, ഇതിനകത്ത് 2 അല്ല, ഞാനും ബിന്ദു കൃഷ്ണൻ 2 റൂമിനകത്ത് നടന്ന സംഭവങ്ങളായതുകൊണ്ട് ഞങ്ങൾ 2 പേരും പരാതി നൽകിയിട്ടുണ്ട്. ഇത് ബിന്ദു കൃഷ്ണയുടെ മൊഴിയും ഇതിനകത്ത് എടുക്കുമെന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇപ്പൊ അവരെ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഞങ്ങൾക്ക് ഒരു വിട്ടുവീഴ്ചയും ഈ കാര്യത്തിലില്ല. ഇത് കേരള പോലീസും അതുപോലെ തന്നെ കേരളത്തിലെ ഗവൺമെന്റ്, അതായത് വ്യവസ്ഥിതി തന്നെ സ്ത്രീകൾക്ക് നേരെ നടത്തുന്ന ഒരു കടന്നുകയറ്റമാണ്. അവസാനം അവർക്കൊന്നും കിട്ടിയില്ല എന്നൊക്കെ മറുപടി പറയുന്നത് പോലീസിന്റെ ഭാഷ്യം. അത്തരം ചട്ടപ്പടി മറുപടിയല്ല നമുക്ക് ആവശ്യം. നമുക്കുണ്ടായ അപമാനം, നമുക്ക് അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള മനഃപൂർവ്വമായിട്ടുള്ള ഇടപെടൽ, അല്ലെങ്കിൽ കുറെ നേരമെങ്കിലും കള്ളപ്പണം സൂക്ഷിക്കുന്നവരാണ് എന്ന് കേരളത്തിലെ മുന്നിൽ കൊണ്ടുവരാൻ നടത്തിയിട്ടുള്ള വലിയ നാടകം, അതൊക്കെ CPM-ഉം അതുപോലെ തന്നെ BJP-യും ഒരുമിച്ച് നിന്നുകൊണ്ട് നടത്തിയതാണ്. ജനങ്ങൾ അതിന് കൃത്യമായ മറുപടി കൊടുത്തിട്ടുണ്ട്. പക്ഷെ സ്ത്രീ എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ സ്ത്രീകളുടെയും വരെ നമുക്ക് ഇതിനകത്ത് സുരക്ഷിതരാക്കി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അതിനകത്ത് കൃത്യമായി ഉറച്ചു തന്നെ നിൽക്കും. നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകും. എന്താണ് പോലീസിന്റെ അടുത്ത നടപടികളെന്ന് നമുക്ക് അല്പം കാത്തിരുന്ന് നമുക്ക് കാണാം. ഷാനിമോൾ ഉസ്മാൻ, ഇതിപ്പോൾ നിയമവിരുദ്ധമായ തിരച്ചിലായിരുന്നു എന്നുകൂടി അതിലുണ്ട് അല്ലേ? അല്ല, നിയമവിരുദ്ധമായ തെരച്ചിൽ തന്നെയാണ്. സെർച്ച് വാറണ്ട് നമ്മൾ ചോദിച്ചു. സ്മൃതിയുടെ അഭിമുഖത്തിലടക്കം നമ്മൾ പറഞ്ഞതാണ്. സെർച്ച് വാറണ്ട് ചോദിച്ചു, ഉണ്ടായിരുന്നില്ല. മഫ്തിയിൽ വന്ന പോലീസുകാര് അവരുടെ ഐഡന്റിറ്റി കാർഡ് ചോദിച്ചു, അത് തരാൻ തയ്യാറായിരുന്നില്ല. വനിതാ പോലീസിന്റെ സാന്നിധ്യം എവിടെയെന്ന് ചോദിച്ചു, അതുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉദ്യോഗസ്ഥർ എവിടെയെന്ന് ചോദിച്ചു. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ ഉദ്യോഗസ്ഥരുടെ എല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരിധിയിൽ വരുന്നതാണ്. പക്ഷെ ഇതൊന്നുമില്ലാതെ എന്റെയും ബിന്ദുകൃഷ്ണയുടെയും റൂം ലൊക്കേറ്റ് ചെയ്ത് കൃത്യമായി അവര് പിൻ പോയിന്റ് ചെയ്ത് കടന്നു വന്നതാണ്. 42 മുറികളുള്ള ഒരു ഹോട്ടൽ 2 മുറികളിൽ മാത്രം കടന്നു വന്നത്. അത് സ്ത്രീകൾ എന്നുള്ള നിലയിൽ, വനിതാ പൊതുപ്രവർത്തകർ എന്നുള്ള നിലയിൽ ഞങ്ങളെ അപമാനിക്കുന്നതിന് വേണ്ടിയാണ്. അത് രാഷ്ട്രീയമായിട്ടായാലും ഏത് തരത്തിലായാലും കൊണ്ടുവന്ന നടപടിയെ അപലപിക്കുക എന്നുള്ളത് മാത്രമല്ല, അതിനുവേണ്ടി പരമാവധി കാര്യങ്ങളുമായിട്ട് ഞങ്ങൾ. വളരെ നന്ദി ഷാനിമോൾ ഉസ്മാൻ, ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. പരാതി നൽകി 1 മാസത്തിനു ശേഷമാണ് ഇപ്പോൾ മൊഴിയെടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഷാനിമോൾ ഉസ്മാൻ ചൂണ്ടിക്കാണിക്കുന്നത്.